അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആദ്യത്തെ പരീക്ഷ പ്രാക്ടിക്കൽ പരീക്ഷയാണ്. അപ്പോൾ വുളൂ ചെയ്തുകൊണ്ട് ഉസ്താദിന് കാണിച്ചു കൊടുക്കലാണ് പ്രാക്ടിക്കൽ പരീക്ഷ. കഴിഞ്ഞ വർഷത്തെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് ഇവിടെ എൻ്റെ മുമ്പിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അതിന് മാർക്ക് കിട്ടുന്നത്, എങ്ങനെ പ്രാക്ടിക്കൽ പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിബിലക്ക് മുന്നിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇൻഷാ അല്ലാഹ് വുളൂ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കിബില എവിടെയാണെന്ന് ഉസ്താദിനോട് ചോദിച്ചിട്ട് ആ കിബിലക്ക് നേരെ നിൽക്കുക, അതിനൊരു മാർക്കാണ്. രണ്ടാമത്തത് മുൻകൈ കഴുകുമ്പോൾ നിയ്യത്ത് ചെയ്യുക, അതിന് 2 മാർക്കുണ്ട്. എന്താണ് നിയ്യത്ത്? വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു, അത് നിയ്യത്ത് ചെയ്താൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടി. അടുത്തത് നിങ്ങൾ അഊദ് ഓതണം, അഊദ് ഓതിയ 1 മാർക്ക്, ബിസ്മി ഓതിയ 1 മാർക്ക്, പിന്നെ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ 1 മാർക്ക്, അതിന് ശേഷമുള്ള ദിക്ർ ചൊല്ലിയാൽ 1 മാർക്ക്. അങ്ങനെ മൊത്തം 4 മാർക്കാണ് ഇതിന്. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ഈ ദിക്ർ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അത് നമ്മളെ ഫിഖ്ഹിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാം. ഇതാ എവിടെ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ. ഇതുവരെ ചൊല്ലിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടി. അഊദും ബിസ്മിയും ചൊല്ലിയിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ആ ദിക്ർ നിങ്ങൾ എല്ലാവരും പഠിക്കാത്തവർ കാണാതെ പഠിക്കുക. അടുത്ത മുൻകൈ 3 തവണ കഴുകുക. അപ്പോൾ 1 തവണ കഴുകിയാൽ 1 മാർക്ക്, അങ്ങനെ 3 തവണ കഴുകിയാൽ 3 മാർക്ക്. അടുത്തത് എന്താ ചെയ്യേണ്ടത്? മുൻകൈ കഴുകി കഴിഞ്ഞാൽ പല്ല് തേക്കലാണ്, ബ്രഷ് ചെയ്യലാണ്, മിസ്വാക്ക് ചെയ്യുക. അതിന് എത്ര മാർക്കാണ്? 2 മാർക്ക്. പിന്നെ അടുത്തത് വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റുക. ഓരോ തവണക്കും ഓരോ മാർക്ക്, അങ്ങനെ 3 തവണ ചെയ്യുമ്പോൾ 3 മാർക്ക്. അടുത്തത് ഫർള് നിയ്യത്ത്. ഫർളായ നിയ്യത്ത് എന്താണ്? വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് മുഖം കഴുകുമ്പോൾ കരുതണം, അല്ലേ? അപ്പോൾ ആ നിയ്യത്തിന് ഒറ്റ നിയ്യത്ത് ചെയ്താൽ തന്നെ 4 മാർക്ക് കിട്ടി, 4 മാർക്ക്. അടുത്തത് മുഖം മുഴുവനായി 3 പ്രാവശ്യം കഴുകുക. ഓരോ പ്രാവശ്യത്തിനും 1 മാർക്ക്. അപ്പോൾ ഓരോ പ്രാവശ്യത്തിനും 2 മാർക്ക് കിട്ടും. അപ്പോൾ മുഖം കഴുകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ മുഖത്തിന്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെ 3 തവണയും എല്ലാ ഭാഗത്തും വെള്ളം എത്തിയാൽ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടും. അപ്പോൾ വുളു എടുക്കുന്ന സമയത്ത് ഉസ്താദ് നോക്കും. നിങ്ങൾ പല കുട്ടികളും വുളു എടുക്കുമ്പോൾ മുഖം കഴുകുന്ന സമയത്ത് ചെവിന്റെ അവിടേക്കൊന്നും വെള്ളത്തൂല, അതുപോലെ നെറ്റിയുടെ മുകളിലേക്ക് വെള്ളത്തൂല. ആ മൂക്കിന്റെ പരിസരവും കണ്ണിന്റെ പരിസരവും മാത്രം വെള്ളെത്തിക്കും. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടൂല. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കണം. അടുത്ത കൈ 2 മുട്ടോടുകൂടി 3 പ്രാവശ്യം കഴുകുക. ഓരോ പ്രാവശ്യം കഴുകുന്നത് 2 മാർക്കാണ്. അപ്പോൾ 3 പ്രാവശ്യം കഴുകി 6 മാർക്കായി. അപ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. കൈ മുട്ട് ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ മുട്ട് നല്ലോണം കയറ്റി കഴുകിയാൽ എന്താകുള്ളൂ? നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടുള്ളൂ. അടുത്ത് തല 3 പ്രാവശ്യം തടവുക. തല തടവുമ്പോൾ എങ്ങനെയാണ് അതിന്റെ പരിപൂർണമായ രൂപം ഞാൻ കാണിക്കുന്നുണ്ട്, അതുപോലെ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടി. അടുത്ത ചെവി 2 ഒരുമിച്ച് തടവണം. അതിനെത്ര മാർക്കാണ്? 3 പ്രാവശ്യം ചെയ്താൽ 3 മാർക്ക്. അടുത്ത വലത് കാല് തുടർന്ന് ഇടത് കാല് ഞെരിയാണി ഉൾപ്പെടെ 3 തവണ കഴുകുക. ഈ കാല് കഴുകുന്ന സമയത്ത് ചില കുട്ടികൾക്ക് എന്ത് പറ്റും? 2 കാല് ഒരുമിച്ച് വെള്ളമൊഴിക്കും. അങ്ങനെ വെള്ളമൊഴിച്ചാൽ എന്താവില്ല? നിങ്ങൾക്ക് അവിടെ സുന്നത്ത് നഷ്ടപ്പെടും. ആദ്യം വലത് കാല് തന്നെ കഴുകണം. ആ വലത് കാല് തന്നെ 3 പ്രാവശ്യം കഴുകിയതിന് ശേഷമേ ഇടത് കാല് തുടങ്ങാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് 6 മാർക്ക്. ഇനി ഏറ്റവും കൂടുതൽ മാർക്ക് എന്തിനാണെന്നറിയോ? വുളൂ ചെയ്ത് കഴിഞ്ഞിട്ട് വുളൂവിന്റെ ശേഷമുള്ള ദുആ, ആ ദുആ നിങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ആ ദുആ കാണാതെ പഠിക്കുക. ആ ദുആ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാകും. നമ്മൾ 2ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. ഇവിടെതാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, 2 കൈയും മേൽപോട്ട് ഉയർത്തി ചെല്ലേണ്ടതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അപ്പൊ ഈ ദിക്ർ, ഈ ദുആ എല്ലാവരും എന്ത് ചെയ്യുക? കൃത്യമായി പഠിക്കുക. ഇൻഷാ അല്ലാഹ് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സെറ്റായി. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ ഞാൻ വുളു എടുക്കുന്നതും കൂടി കാണുക. അത് കണ്ട് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. വുളു എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഖിബിലക്ക് നേരെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യം ഖിബിലക്ക് നേരെ നിന്നു. പിന്നീട് ചെയ്യേണ്ടത് ടാപ്പ് തുറന്ന് 2 കൈയും ഒരുമിച്ച് കഴുകുക. കഴുകുന്നതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ആദ്യം നിയ്യത്ത് ചെയ്യണം. വുളുഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. എന്നിട്ട് അഊദും ബിസ്മി ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലിയിട്ട് വുളു എടുക്കുക.
ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ. ഇനി നമ്മൾ പല്ല് തേക്കുക. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ വിരൽ കൊണ്ടാണ് പല്ല് തേക്കുന്നത്. ഇനി കയ്യിലേക്ക് വെള്ളം എടുത്തിട്ട് കുറച്ച് വെള്ളം വായിലേക്കും കുറച്ച് വെള്ളം മൂക്കിലേക്കും കയറ്റുക. ഇത് 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് മുഖം കഴുകുകയാണ്. മുഖം കഴുകുമ്പോൾ വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. മുഖത്തിൻ്റെ എല്ലാ ഭാഗവും വെള്ളം എത്തുന്ന രൂപത്തിൽ ശരിക്കും അരച്ച് കഴുകണം 3 പ്രാവശ്യം. ഇനി വലത് കൈ കഴുകുകയാണ്. വലത് കൈ കഴുകുമ്പോൾ ആദ്യം 2 കൈയിലേക്ക് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒലിപ്പിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചൊല്ലിയ ദിക്ർ ചൊല്ലണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് തല തടവലാണ്. അപ്പോൾ 2 കൈയും നനച്ചിട്ട് തല മുമ്പോട്ടും ബാക്കോട്ടും തടവുക. 1 2 3. പെൺകുട്ടികൾ ഇങ്ങനെ തടവേണ്ടതില്ല. പെൺകുട്ടികൾ ബാക്കോട്ട് മാത്രം തടവിയാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ 2 വിരലും നനച്ചിട്ട് ചെവി തടവുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വലത് കാല് 3 പ്രാവശ്യം ഉരച്ച് കഴുകുക. അതിനുശേഷം ഇടത് കാല്. ഇപ്പോൾ നമ്മൾ വുളു കഴിഞ്ഞു. ഇനി നമ്മൾ കിബിലക്ക് മുന്നിട്ടുകൊണ്ട് വുളുവിന് ശേഷമുള്ള പ്രാർത്ഥന നടത്തുക. അതുകൂടി നടത്തിയാലേ പൂർണ്ണമായും വുളു പൂർത്തിയാവുള്ളൂ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതോടുകൂടി വുളു പൂർത്തിയായി.